പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് അറബിക്ക് 1ാം പാദവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുന്നത്. ഓക്കെ, മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കിയാലോ. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? നഖറ ഉൽ ബയാൻ വനുജീബ് ഹസബൽ ഇർഷാദാത്ത്. ബയാൻ വായിച്ച് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം കൊടുക്കുക എന്നാണ്. എന്താണ് പറയുന്നതില് നോക്കാം നമുക്ക്. അന ഉസ്ഫൂറുൻ സഗീർ, ഞാൻ ചെറിയ ഒരു കിളിയാണ്. അയൂഷു ഫി ഉഷിൻ ജമീലിൻ അല ഷജറ, മരത്തിന്റെ മുകളിൽ ഒരു ഭംഗിയുള്ള കൂടിൽ ഞാൻ താമസിക്കുന്നു. അതീറു ഫി സമാ, ആകാശത്ത് ഞാൻ പറക്കും. അൽവാസിയ, വിശാലമായ. കുല്ലയൂമിന്, എല്ലാ ദിവസവും. ആക്കുലു ത്വാമ, ഞാൻ ഫുഡ് കഴിക്കും. മിസലൽ ഫനസ്, ചക്ക. വൽ മൗസ്, പഴം ഒക്കെ ഞാൻ കഴിക്കും. ഉഖരിദു ബി സൗത്തിൻ ഹസനിൻ, നല്ല ശബ്ദത്തിൽ ഞാൻ പാടും. ഫി സ്വബാഹ്, രാവിലെ. അന സഈദുൻ ജിദ്ദ ബി ഹയാത്തി, ഞാൻ എൻ്റെ ലൈഫിൽ സന്തോഷവാനാണ്. ചോദ്യം. നുജീബ് അനിൽ അസ്ഇല. മൻ അന, ഞാൻ ആരാണ്? ആരാണെന്നാ പറഞ്ഞ്? ഉസ്ഫൂർ അല്ലേ? ഉസ്ഫൂർ ആണ് വരിക. അടുത്തതോ, അന ഐന അഈഷ്, ഞാൻ എവിടെ ജീവിക്കുന്നു? ഫി ഉഷിൻ ജമീലിൻ അല്ലേ? കൂട്ടിൽ. അതിവിടെ എഴുതണം. അയിന അത്തീറു കുല്ലയോം, എല്ലാ ദിവസവും ഞാൻ എവിടേക്ക് പറക്കും? ഫിസ്സമായിൽ വാസിയ, വിശാലമായ ആകാശത്ത് അല്ലേ? ഫിസ്സമായിൽ വാസിയ. ഫിൽ അർദിൽ ജമീലിയല്ല, ഫിന്നഹരിൽ ജാരിയുമല്ല. നക്തു മിനൽ ഫിഖ്റത്തി ഇസ്മ ഫാക്കിഹ, ഒരു പഴത്തിന്റെ പേര് എഴുതാൻ 2 പഴമുണ്ട്. ഫനസ് എഴുതാം, മൗസ് എഴുതാം. ഇതെഴുതാം അല്ലെങ്കിൽ ഫനസ് എഴുതാം, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഉത്തരം. അടുത്തതോ, നക്തുബ് ഉൻവാനൻ മുനാസിബൻ ലി ഹാദൽ ബയാൻ, ഈ ബയാനിന് നല്ലൊരു ഹെഡിങ് കൊടുക്കണം. എന്ത് കൊടുക്കാം? അന ഉസ്ഫൂർ എന്ന് കൊടുക്കാം അല്ലെ, ഹെഡിങ്. അടുത്തതോ, നക്തു ഫിഖറത്തൻ സഗീറ അനിൽ ഖുറാബ്, കാക്കയെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. അല ലൗഇൽ ബയാൻ അനിൽ ഉസ്ഫൂർ, കിളിയെ കുറിച്ചിട്ടുള്ള ബയാന് പോലെ. അന ഖുറാബുൻ ജമീൽ, ഞാനൊരു മനോഹരനയായ കാക്കയാണ്. ബാക്കി നമുക്ക് എന്ത് എഴുതാം? ഇതുപോലെ എഴുതാം അല്ലെ. അഈഷു ഫി ഉഷിൻ ജമീലിൻ അല ഷജറ, അതീറു ഫി സമായിൽ സ്വാസിയത്തി കുല്ല യൗമിൻ, ആക്കുലു ത്വആമ മിസ്ലൽ, ഇത് തിന്നോ? മിസ്ല, ഭക്ഷണം കഴിക്കും. മിസ്ല റുസ് അല്ലെങ്കിൽ മിസ്ല സമക്ക്, മീനിനെ കഴിക്കും അല്ലേ? ഉഖരിദു, ഞാൻ പാട്ടുപാടുന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അന സഈദുൻ ജിദ്ദൻ ബി ഹയാത്തി. ഇതുപോലെ ഉത്തരം എഴുതാം. ഇവിടെ ഒരു മോഡൽ നോക്കാം നമുക്ക്. ഇതുണ്ട്, നമുക്കത് എങ്ങനെ എഴുതാം അല്ലേ? അന ഖുറാബുൻ ജമീൽ അഈഷു ഫി ഉഷിൻ അല ഷജറ അതീറു ഫി സമായിൽ വാസിയ കുല്ല യൗമിൻ. അതെ, ഇവിടെ ഉസ്ഫൂർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ആക്കുലു ത്വആം മിസ്ലൽ ഹഷറാത്ത്, ജീവികള്. വസിമാർ, പഴം. അസീഹു ബി സൗത്തിൻ ആലിൻ ഫി സബാഹ്, രാവിലെ നല്ല ശബ്ദത്തിൽ ഞാൻ ഒച്ചയുണ്ടാക്കും. അന സഈദുൻ ജിദ്ദൻ ബി ഹയാത്തി. അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി അടുത്തത്, നുലാഹിദു സൂറ വനുക്കുമിലുൽ ജുമല ബിസ്തിഖ്ദാമി കലിമാത്തി മുനാസിബ, ഈ ചിത്രങ്ങൾ നോക്കി താഴെയുള്ള സെന്റൻസുകൾ എഴുതാൻ. യദ്ഹബുൽ വലതു, കുട്ടി സ്കൂളിലേക്ക് പോകുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇത് വരും ഇല. അപ്പൊ യദ്ഹബുൽ വലതു ഇലൽ മദ്റസ, ഏതാ ഉത്തരം വരിക? ഇല. ഇല എന്നല്ലേ വരിക? അതെ. അടുത്തത് യജ്ലിസുൽ ഉസ്ഫൂർ, കിളിയിരിക്കുന്നു മുകളിൽ അല്ലേ? ഏതാ വരിക മുകളിൽ എന്നുള്ളതിന്? അല, അല ഷജറ. യക്കിഫുൽ കൽബു, കൽബ് നിൽക്കുന്നു എവിടെ? കൂട്ടിനകത്ത്. അപ്പോ ഫിൽ വിജാർ. അടുത്തത് ഡാഷ് മറിയം ബിൽ കലം, പേന കൊണ്ട് മറിയം എഴുതുന്നു എന്നാണ് അല്ലേ? കത്തബയാണോ തക്തുബു ആണോ യക്തുബു ആണോ? ഗേളായതുകൊണ്ട് തക്തുബു ആണ് ശരിയാവുക. അടുത്തത് തർജിഉ ത്വാലിബത്തു മിൻ, വിദ്യാർത്ഥിനി മടങ്ങുന്നു. മിൻ അന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മദ്രസത്തു ത തി, ഏതാണ്? മദ്രസത്തി എന്നത് മാത്രം ശരി. ഇനി മൂന്നാമത്തെ, നഖറവൽ ജുമല വനുഇദ് അസ്ഇല ബിസ്തിഖ്ദാമിൽ അദവാത്തി ഫിൽ മുറബ്ബ, ചോദ്യവാക്ക് ഉണ്ടാക്കാം. ഉദാഹരണം, അയൽ ഖിത്തു തഹത ത്വാവില, പൂച്ച ഇതിന്റെ മേശയുടെ താഴെ. അപ്പൊ ചോദ്യം ഐനൽ ഖിത്ത്. അതേപോലെ അൽ മദ്രസത്തു അമാമൽ മത്താർ, സ്കൂൾ എന്താണ്?
എയർപോർട്ടിന്റെ മുമ്പിൽ. അപ്പൊ ചോദ്യം എങ്ങനെ വരും? ഐന അൽ മദ്രസ. ഐനൽ മദ്രസ. സ്കൂൾ എവിടെയാണെന്ന്. വേറെയും ചോദിക്കാം. മാതാ അല്ലെങ്കിൽ മാ അമാമൽ മത്താർ. മത്താറിന് മുമ്പിൽ എന്താണ്? അൽ മദ്രസ. അങ്ങനെയും ചോദിക്കാം. അല്ലേ? രണ്ടാമത്തെ നഹ്തഫിലു ബി യൗമി ഈദുൽ ഇസ്തിഖ്ലാൽ ഫി ഖാമിസ് അഷറ ഓഗസ്റ്റ്. ഓഗസ്റ്റ് 15-ന് നമ്മൾ എന്ത് ചെയ്യും? സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. അപ്പൊ എങ്ങനെ പറയണം? മതാ നഹ്തഫിൽ ബി യൗമിൽ ഇസ്തിഖ്ലാൽ എന്ന് എഴുതണം ഇവിടെ. അടുത്തതോ ഖറാ ത്വാലിബു ദറസ്. കുട്ടി പാഠം വായിച്ചു. അപ്പോ മാതാ ഖറഅ ത്വാലിബ്. കുട്ടി എന്താണ് വായിച്ചത്? അടുത്ത ചോദ്യം മൻ ഖറഅ. ആരാണ് വായിച്ചത്? അല്ലേ? അങ്ങനെയും പറയാം. ഇസ്മി സാലിം. എൻ്റെ പേര് സാലിം എന്നാണ്. അപ്പൊ ചോദ്യം തരാ മാ ഇസ്മുക. നിന്റെ പേരെന്താണ്? അപ്പൊ ഇസ്മി. ഹഫറ റയ്യാൻ ബിയറൻ ഫി ആഫ്രിക്ക. റയ്യാൻ ആഫ്രിക്കയിൽ കിണർ കുഴിച്ചു. മൻ ഹഫറ എന്ന് ചോദിക്കാം. ഒരു ചോദ്യം അല്ലേ? ആരാ കുഴിച്ചത്? മാതാ ഹഫറ റയ്യാൻ. റയ്യാൻ എന്താണ് കുഴിച്ചത്? മൂന്നാമത്തെ ചോദ്യം ഐന ഹഫറ റയ്യാൻ ബിറൻ. റയ്യാൻ എവിടെയാണ് ബിയർ കുഴിച്ചത്? അങ്ങനെ 3-4 ചോദ്യം ഒരു വാക്കിന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അല്ലേ? ഇതുപോലെ വേണ്ട. ഐനൽ മുദരിസ്. മുദരിസ് അല്ല, മദ്രസയാണ് കേട്ടോ. മത്താ നഹ്തഫിൽ. മൻ ഖറഅ ദർസ്. മാ ഇസ്മുക. മാതാ ഹഫറ റയ്യാൻ ഫി ആഫ്രിക്ക. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കും. ഇനി അടുത്തത് നുലാഹിദ് സൂറ വനുക്കുമിലുൽ ജുമല ബി അഫ്ആലിൻ മുനാസിബ മിൻ ഷംസിൽ മുഫ്രദാത്ത്. ഈ പദസൂര്യന് അനുയോജ്യമായ വാക്ക് ഇവിടെ ചേർക്കണം. ഈ കുട്ടി എന്ത് ചെയ്യുന്നു? കളിക്കുന്നു. കളിക്കുന്നു എന്നുള്ളതിന് വാക്ക് അതില് യൽ അബു. അതുകൂടെ കൊടുക്കണം അല്ലേ? അധ്യാപിക എന്ത് ചെയ്യുന്നു? പോകുന്നു എന്നാണ്. ഇലൽ മദ്രസ. സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഏതാ? തദ്ഹബു. പോകുന്നു. അല്ലേ? അടുത്തത് കുട്ടി തിന്നുന്നു. പെൺകുട്ടിയാണ്. തുഫാഹ. ആപ്പിൾ തിന്നുന്നു. അപ്പൊ ഏത് വരും? തഅ്കുലു. ഇവിടെ യഅ്കുലു ഉണ്ട്. അത് ബോയ് തിന്നണേനാണ് പറയാ. തഅ്കുലു എന്ന് തന്നെ വരണം. പിന്നെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? നനയ്ക്കുന്നു. അല്ലേ? അക്ഷത്തിലെ ചെടി നനയ്ക്കുന്നു. അതിനേതാ വാക്ക്? ഏതാ വാക്ക്? തസ്കി. തസ്കി അൽ ബിന്തു അക്ഷത്തില. ഇവിടെ ഈ ബോയ് എഴുതുന്നു. അല്ലേ? അപ്പൊ എന്താ വരിക? യക്തുബു. എവിടെ യക്തുബുല? യക്തുബു. യക്തുബുൽ വലതു അദ്ദറസ് ഫി ദഫ്തർ. നോട്ടിൽ എഴുതുന്നു. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നഖ്താർ മിനൽ മൻലൂം സുത്തൂറ മുനാസിബ ലിൽ ജുമലി താലിയ. താഴെയുള്ള പദ്യത്തിൽ നിന്ന് സെന്റൻസുകൾക്ക് അനുയോജ്യമായ വരി കണ്ടെത്തണം. ഈ പാട്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സലാമൻ അയ്യുഹൽ മാ ഫമിൻകൽ കുല്ലു അഹിയ. ഒന്നാമത്തെ സന അഷ്കുറു ലില്ലാഹി ലദി അൻസലൽ മാ. വെള്ളമിറക്കിയ അള്ളാഹുവിന് സ്തുതി. ഏതാ വരിക? ഇതാണല്ലേ? ഈ വരിയാണ് എഴുതേണ്ടത്. അടുത്തതോ യജൂദുൽ മാ ബിൽ ഖൈർ. വെള്ളം നന്മ കൊണ്ടുവരും. അതങ്ങനെ തന്നെ ഉണ്ടല്ലോ ഇവിടെ. വഫി ഉസ്രിൻ വഫി യുസ്രിൻ യജൂദുൽ മാ ബിൽ ഖൈരി. ഇനി അടുത്തതോ അൽ മാ വസിറുൽ ഖൈർ. വെള്ളം നന്മയുടെ രഹസ്യമാണ്. വസിറുൽ ഖൈരി ഫിൽ അക്വാൻ ബിഹാദൽ മാ യാ ഇൻസാൻ. ഇനി അടുത്തതിൽ നഖ്താർ മിനൽ മൻലൂം അൽ കലിമാത്തുൽ മഖ്തൂബ ബിൻ നൂൻ. നൂനിൽ അവസാനിക്കുന്ന വാക്കുകൾ എഴുതണം. ഒന്ന് മന്നാൻ. പിന്നെ ഏതൊക്കെയുണ്ട്? ഇഹ്സാൻ. അല്ലേ? അക്വാൻ, ഇഖ്വാൻ. ഈ വാക്കുകളൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. ഇനി ഒരെണ്ണം കൂടിയുണ്ട് കൗൻ. അല്ലേ? കൗൻ. അതും കൂടി എഴുതാം. ഇനി അടുത്ത നഖ്താറുൽ ലൗഹാത്ത് അനിൽ മാ മിനൽ ജുമലില്ല. താഴെയുള്ളതിൽ വെള്ളത്തെക്കുറിച്ചുള്ള പോസ്റ്റർ മാത്രം എഴുതാം. അൽ മാ നിഅമത്തും മിനല്ലാഹ്. വെള്ളം അനുഗ്രഹമാണ്. അപ്പൊ ഇത് എഴുതണം അല്ലേ? അൽ അർളു ജമീല. ഭൂമി ഭംഗിയുള്ളതാണ്. അത് വരുമോ? ഇല്ല. അൽ മാ യജൂദുൽ ബിൽ ഖൈർ. വെള്ളം നന്മ കൊണ്ടുവരും. ശരിയാണ്. അന്നലാഫത്തു മിനൽ ഈമാൻ. വൃത്തി ഈമാനിൽ പെട്ടതാണ്. പെടില്ല. ഖത്രത്തു മാഇൻ ഹയാത്ത്. വെള്ളത്തുള്ളി ജീവിതമാണ്. ഇത് 3ഉമാണ് എഴുതേണ്ടത് ഇവിടെ. ഇനി ലിദ്ദു കലിമത്ത് സബാഹ്. സബാഹിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മസാ. അല്ലേ? മസാ. ഇവിടെ മസാ എന്നുണ്ടോ ഇതില്? ഇല്ല.
ഓക്കെ. പിന്നെന്താണ്? മുഫ്രദ് കലിമത്ത് അസ്തിഖ. അസ്തിഖാന്റെ മുഫ്രദ് എന്താണ്? സ്വദീഖ്, കൂട്ടുകാർ. അല്ലേ? ഇവിടെയുള്ള പോലെ. സ്വദീഖ്. അടുത്തത് ആറാമത്തെ നഖറഉൽ ഫിക്ര വ നുക്മിലുൽ ഹിവാർ. പാരഗ്രാഫ് വായിച്ച് ഹിവാർ പൂർത്തിയാക്കുക. റജ അംജദ് മിനൽ മദ്രസത്തി ഇലാ ബൈത്തിഹി മസായൻ. അംജദ് സ്കൂളിൽ നിന്ന് ഒരു ദിവസം വൈകിട്ട് മടങ്ങുകയായിരുന്നു. റഅ താവൂസൻ മജ്റൂഹ്. ഒരു മുറിവേറ്റ എന്താണ് എന്തിനെ കണ്ടു? മയിലിനെ. അലാ ഷജറത്തിൻ കബീറ. വലിയൊരു മരത്തിൽ. ലാ യഖ്ദിറു അല ത്വയ്റാൻ. അതിന് പറക്കാൻ കഴിയുന്നില്ല. ഇത്തസല അംജദ് ബി ഫരീഖ് ഇൻഖാദ്. രക്ഷാപ്രവർത്തകരെ കോണ്ടാക്ട് ചെയ്തു ലിൽ മുസാഅദ, സഹായിക്കാൻ. അപ്പം അംജദ് എന്തോ പറഞ്ഞു. അപ്പോൾ രക്ഷാപ്രവർത്തകൻ എന്ത് പറഞ്ഞു? മസാ അന്നൂർ. അപ്പം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മസാ അൽ ഖൈർ. മർഹബൻ ഇല ഫരീഖ് ഇൻഖാദ് മൻ മഅി. രക്ഷാപ്രവർത്തക ടീമിലേക്ക് സ്വാഗതം എന്ന് ആരാണ് സംസാരിക്കുന്നത്? മഅക അംജദ്. അംജദാണ്. അങ്ങനെ തിൽമീദും ഫി സഫിൽ ഖാമിദ്. 5ാം ക്ലാസ്സിലാണ്. അഹ്ലൻ യാ അംജദ്. അംജദെ സ്വാഗതം. മിൻ ഇവിടെ ഒരു വാക്കുണ്ട്, അത് ഇതൊന്നും എടുത്ത് എഴുതണം. മിൻ അയിന തത്തസിൽ. എവിടെന്നാ വിളിക്കുന്നത്? കം ഉംറുക. നിനക്ക് എത്ര വയസ്സ്? ഏതാ വരിക? മിൻ അയിന തത്തസിൽ. അതാണ് ഇവിടെ വരിക അല്ലേ? അപ്പോൾ അംജദ് പറഞ്ഞു അത്തസിലു മിൻ ഖരീബിൽ മദ്രസത്തിൽ ഹുക്കൂമിയ. അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ്. ഇപ്പൊ ഫരീഖുൽ ഇൻഖാദ് ഹസനൻ. അപ്പോൾ മാഹാദ എന്താണ്? മാതാ അസാബക്ക്. എന്ത് പറ്റി എന്ന് അവർ ചോദിക്കില്ലേ? അപ്പൊ മാതാ അസാബക്കയാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഹുന എന്താ ഉള്ളത്? അലഷജർ, മരത്തിന്റെ മുകളിൽ. ത്വാവൂസും മജ്റൂഹ്, പരിക്കേറ്റ മയിൽ. ബക്രത്തും മസ്റൂർ, ഹാപ്പിയായ പശു. ഏതാണ്? താവൂസുൻ മജ്റൂഹാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പൊ ഫരീഖുൽ ഇൻഖാദ് ലാ തക്ലക യാ ബുനയ്യ സനസ്ലു ഇലൈക ഫൗറൻ ലിൻഖാദിഹി. ഞങ്ങളിപ്പോൾ വന്ന് രക്ഷിക്കാം. അപ്പൊ അംജദ് ജസാക്കല്ലാഹു ഖൈറൻ ശുക്രൻ ജസീല. ഫരീഖുൽ ഇൻഖാദ് എന്ത് പറയും? അഫുവൻ. എന്ത് പറയും? അഫുവൻ. ഇതുപോലെ എഴുതണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചോദ്യം, അതിൻ്റെ ഉത്തരങ്ങളും. മക്കൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ക്ലാസ് ഗ്രൂപ്പിൽ അയക്കാം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.